അസ്സലാമലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഏത്തക്ക കറി, പഴുത്ത ഏത്തപ്പഴം കറി കാച്ചുന്ന നോക്കാം. ഞങ്ങളിവിടെ പാല് വാഴയ്ക്കാന്ന് പറയും. സാധാരണ ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളമാർക്ക് ലിവർ പൊരിച്ചത് ഈ സാധനമൊക്കെ പിറ്റെന്നാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പെരുന്നാളിന് ഞങ്ങൾ വിശേഷ ദിവസങ്ങളിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പെരുന്നാളിന് ഞങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഇതുണ്ടാക്കും മധുരത്തിന് പകരം. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഏത്തപ്പഴവും എടുത്ത് തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമാണ് എടുക്കുന്നത്. 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചതിന് ശേഷം 3-ാം പാലിനകത്ത് പഞ്ചസാര ആവശ്യത്തിന് മധുരവും ഏലക്കാപ്പൊടിയും ശകലം ഉപ്പും ഇട്ട് ഏത്തപ്പഴം ഇട്ട് വേവിക്കും. പകുതി വേവാകുമ്പോൾ 2-ാം പാലിനകത്ത് 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് നല്ലതുപോലെ കലക്കി യോജിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. ഇതൊഴിച്ചതിന് ശേഷം കൈ വിടാതെ നല്ലതുപോലെ ഇളക്കണം, അല്ലെങ്കിൽ മൂട്ട് പിടിക്കും. വെന്തെന്ന് മനസ്സിലാവുമ്പോൾ 1-ാം പാൽ ഒഴിച്ച് നെയ്യും ഒഴിച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് ഞാനിവിടെ അരിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കി ഇത്തിരി ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ അരിപ്പത്തിരിയുമായിട്ട് കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.